ഭാരതീയ ജ്യോതിഷത്തിൽ ഓരോ വ്യക്തിയുടെയും ജനന സമയത്തെ ചന്ദ്രന്റെ സ്ഥാനം അനുസരിച്ചാണ് നക്ഷത്രം നിർണ്ണയിക്കുന്നത്. ഈ നക്ഷത്രങ്ങൾക്ക് വ്യക്തിയുടെ സ്വഭാവത്തെയും ഭാവിയെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്നാണ് വിശ്വാസം. 27 നക്ഷത്രങ്ങളിൽ 25ാമത്തെ നക്ഷത്രമാണ് പൂരുരുട്ടാതി. കുംഭം രാശിയുടെ അവസാന ഭാഗത്തും മീനം രാശിയുടെ ആദ്യ ഭാഗത്തും വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യമുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകൾ, തൊഴിൽ, ആരോഗ്യം, ദാമ്പത്യം, പൊതുവായ ജീവിത രീതികൾ എന്നിവയെക്കുറിച്ച് വിശദമായി പരിശോധിക്കാം. പൂരുരുട്ടാതി നക്ഷത്രം വ്യാഴവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ വ്യാഴത്തിന്റെ സ്വാധീനം അവരുടെ ജീവിതത്തിൽ പ്രകടമാക്കും. അറിവ്, ജ്ഞാനം, ആത്മീയത, ധാർമ്മികത, സൗഹൃദം എന്നിവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പ്രധാന സവിശേഷതകളാണ്. ഇവർക്ക് നല്ലൊരു സാമൂഹിക ബോധം ഉണ്ടാവും. മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവരുടെ സ്വഭാവത്തിൽ സമ്മിശ്രമായ പല ഘടകങ്ങളും കാണാം. ഒരേ സമയം ഇവർ ശാന്ത സ്വഭാവക്കാരും ധൈര്യശാലികളുമായിരിക്കും. ഇവർക്ക് നല്ല സംസാരശേഷിയും വാക്ചാതുര്യവും ഉണ്ടാകും. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് ഇവർക്ക് സ്വാഭാവികമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവർ പിടിവാശിക്കാരും ദേഷ്യക്കാരുമാകാം. എങ്കിലും ആ ദേഷ്യം അധിക നേരം നീണ്ടു നിൽക്കില്ല. ക്ഷമിക്കാനും മറക്കാനുമുള്ള കഴിവ് ഇവർക്കുണ്ട്. സഹാനുഭൂതിയും ദയയും പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട സവിശേഷതകളാണ്. മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ ഇവർക്ക് പെട്ടെന്ന് വേദന തോന്നും. സഹായിക്കാൻ സന്നദ്ധരായിരിക്കും. ഇത് ഇവരെ നല്ല സാമൂഹിക പ്രവർത്തകരും മനുഷ്യസ്നേഹികളുമാക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. മതപരമായ കാര്യങ്ങളിലും തത്വചിന്തകളിലും ഇവർക്ക് ആഴത്തിലുള്ള അറിവുണ്ടാകും. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല ബുദ്ധിശക്തിയും പഠനത്തിൽ താല്പര്യവും ഉണ്ടാകും. ഇവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ് കൂടുതലാണ്. വിദ്യാഭ്യാസത്തിൽ ഇവർ മികച്ച വിജയം നേടാറുണ്ട്. ഗവേഷണം, അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. തൊഴിൽ രംഗത്ത് ഇവർ ഉത്തരവാദിത്വ ബോധമുള്ളവരും കഠിനാധ്വാനികളുമായിരിക്കും. ടീം വർക്കിൽ ഇവർക്ക് താല്പര്യമുണ്ടാകും. നേതൃഗുണമുള്ളവരായതുകൊണ്ട് മാനേജർ, അഡ്മിനിസ്ട്രേറ്റർമാർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ ഇവർക്ക് തിളങ്ങാൻ സാധിക്കും. സാമൂഹിക സേവന മേഖലയിലും രാഷ്ട്രീയത്തിലും ഇവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. അഭിഭാഷകർ, ജഡ്ജിമാർ, ബാങ്കിംഗ് മേഖലയിലുള്ളവർ, സാമ്പത്തിക വിദഗ്ധർ എന്നിവരും ഈ നക്ഷത്രത്തിൽപ്പെട്ടവരിൽ കൂടുതലായി കാണാം. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് നല്ല ശ്രദ്ധയുണ്ടാകും. ധനം സമ്പാദിക്കാനും അത് കൃത്യമായി വിനിയോഗിക്കാനും ഇവർക്കറിയാം. അനാവശ്യമായി പണം ചെലവഴിക്കാൻ ഇവർ ഇഷ്ടപ്പെടില്ല. എന്നാൽ ദാനധർമ്മങ്ങളിൽ ഇവർ മുന്നിട്ട് നിൽക്കും. സാമ്പത്തികമായി ഇവർക്ക് ജീവിതത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും. അനന്തരാവകാശമായി സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ഇവർ വിശ്വസ്തരും സ്നേഹമുള്ളവരുമായിരിക്കും. പങ്കാളിയോട് ആത്മാർത്ഥമായ സ്നേഹം ഇവർക്കുണ്ടാകും. കുടുംബത്തിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ഇവർ തയ്യാറാകും. കുട്ടികളോട് വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും പെരുമാറും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്താൻ ഇവർ പരിശ്രമിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ചെറിയ തോതിലുള്ള പിടിവാശി ഉണ്ടാകാം. ഇത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. എങ്കിലും ഇവർ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അനുയോജ്യമായ ഒരു പങ്കാളിയെ ലഭിക്കുകയാണെങ്കിൽ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിൽ പൂരുരുട്ടാതി നക്ഷത്രക്കാർ ശ്രദ്ധാലുക്കളായിരിക്കും. ഇവർക്ക് പൊതുവെ നല്ല ആരോഗ്യമുണ്ടാകും. എന്നാൽ വാതരോഗങ്ങൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ എന്നിവ വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കൃത്യമായ വ്യായാമവും ചിട്ടയായ ഭക്ഷണക്രമവും പിന്തുടരുന്നത് നല്ലതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് പ്രയോജനകരമാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യവതികളും ആകർഷകത്വമുള്ളവരുമായിരിക്കും. ഇവർക്ക് നല്ല സംസാരശേഷിയും ആശയവിനിമയ ശേഷിയും ഉണ്ടാകും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇവർ മുന്നിട്ട് നിൽക്കും. അധ്യാപനം, ഗവേഷണം, മാധ്യമപ്രവർത്തനം, കലാരംഗം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും. കുടുംബത്തിൽ ഇവർ ഉത്തരവാദിത്വ ബോധമുള്ളവരും സ്നേഹസമ്പന്നരുമായിരിക്കും. കുട്ടികളെ നന്നായി വളർത്താൻ ഇവർ ശ്രദ്ധിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ചെറിയ തോതിലുള്ള കോപമുണ്ടാകാം. എന്നാൽ അത് അധിക നേരം നീണ്ടു നിൽക്കില്ല. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ പൊതുവായ ചില സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ ഇവർ സാധാരണയായി സത്യസന്ധരും ദയയും സഹാനുഭൂതിയും ഉള്ളവരായിരിക്കും. ആത്മാർത്ഥതയും വിശ്വസ്തതയും ഇവരുടെ പ്രധാന ഗുണങ്ങളാണ്. നല്ല ചിന്താശേഷിയും വിശാലമായ കാഴ്ചപ്പാടുകളും ഇവർക്കുണ്ടാകും. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഇവർക്ക് താല്പര്യമുണ്ടാകും. കഠിനാധ്വാനത്തിലൂടെ ഇവർക്ക് നല്ല സാമ്പത്തിക ഭദ്രത നേടാൻ കഴിയും. പണം കൈകാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും. കുടുംബത്തോട് വലിയ സ്നേഹവും ബഹുമാനവും ഇവർക്കുണ്ടാകും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. പൊതുവെ നല്ല ആരോഗ്യം ഇവർക്കുണ്ടാകും. എന്നിരുന്നാലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ട്. ഓരോ പാദത്തിനും അതിൻ്റെതായ സവിശേഷതകളുമുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രം 1ാം പാദത്തിൽ ജനിച്ചവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും. ഇവർക്ക് നല്ല നേതൃഗുണമുണ്ടാകും. എന്നാൽ ചിലപ്പോൾ ഇവർ അക്ഷമരും ധൃതിക്കാരുമാകാം. 2ാം പാദത്തിൽ ജനിച്ചവർക്ക് നല്ല ബുദ്ധിശക്തിയും കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവും ഉണ്ടാകും. ഇവർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും.
സംഗീതം, കല തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുണ്ടാകും. മൂന്നാം പാദത്തിൽ ജനിച്ചവർക്ക് ആത്മീയ ചിന്തകളും തത്വചിന്തകളും കൂടുതലായിരിക്കും. ഇവർക്ക് നല്ല ദയയും സഹാനുഭൂതിയും ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും. നാലാം പാദത്തിൽ ജനിച്ചവർക്ക് നല്ല ഭാവനയും ക്രിയാത്മകതയും ഉണ്ടാകും. കലാരംഗത്ത് ഇവർക്ക് ശോഭിക്കാൻ കഴിയും. ഇവർ വളരെ സെൻസിറ്റീവും വികാരപരവുമായിരിക്കും. പൂരുരുട്ടായ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേക ദശാകാലങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനിദശ, രാഹുദശ, കേതുദശ തുടങ്ങിയവയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ഈ സമയങ്ങളിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യമാണ്. ഈ ദശാകാലങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. പൂരുരുട്ടായ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അധിപനായ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങൾ ജപിക്കുക, ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്നത് നല്ല ബലം നൽകും. തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച പല പ്രമുഖ വ്യക്തികളും ലോകത്ത് പല മേഖലകളിലും തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതവും ഈ നക്ഷത്രത്തിന്റെ സവിശേഷതകളെ അടിവരയിടുന്നു. ശിവനെയും ഭജിക്കുന്നത് ഗുണകരമാണ്. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. നക്ഷത്രവുമായി ബന്ധപ്പെട്ട ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. ഓം ബൃഹസ്പതിയെ നമഃ എന്ന ബൃഹസ്പതി മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. ഏകാദശി വ്രതമെടുക്കുന്നത് വിഷ്ണുപ്രീതിക്ക് ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് വ്യാഴദോഷം കുറയ്ക്കാൻ സഹായിക്കും. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുക. സാധുജനങ്ങൾക്ക് വസ്ത്രദാനം നടത്തുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സഹായിക്കുക. ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് ഗുണകരമാണ്. ഇത് വ്യാഴത്തിന്റെ രത്നമാണ്. ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുക. സത്യസന്ധതയും ധാർമ്മികതയും ജീവിതത്തിൽ പാലിക്കുക. ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് അനുകൂലമായ നാളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പൊതുവെ പരിഗണിക്കുന്ന ചില കാര്യങ്ങളും അനുകൂലമായ നക്ഷത്രങ്ങളും നോക്കാം. അശ്വതി, രോഹിണി, മകയിരം, പുണർദം, പൂയം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, അവിട്ടം, ചതയം, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നാളുകൾ പൊതുവെ വിവാഹത്തിന് അനുയോജ്യമായി കണക്കാക്കപ്പെടുന്നു. ഇത് പ്രാഥമികമായി നോക്കുന്ന ഒന്നാണ്. ദിനം, ഗണം, യോനി, രാശി, വശ്യം, മഹേന്ദ്രം, വേദം, സ്ത്രീദീർഘം എന്നിങ്ങനെ പലതരം പൊരുത്തങ്ങൾ നോക്കാറുണ്ട്. വിവാഹം നടക്കുന്ന സമയത്ത് ഇരുവരുടെയും ദശാസന്ധികൾ വരുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. നക്ഷത്രത്തിന്റെ രാശികൾ തമ്മിലുള്ള ചേർച്ചയും പ്രധാനമാണ്. ഇരുവരുടെയും ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും ദോഷങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 4 കാര്യങ്ങൾക്കും ജാതകത്തിൽ വ്യക്തമായ അനുകൂലാവസ്ഥ ഉണ്ടോ എന്നും നോക്കാറുണ്ട്. ഓരോ വ്യക്തിയുടെയും ജാതകം വ്യത്യസ്തമാണ്. അതുകൊണ്ട് വെറും നക്ഷത്ര പൊരുത്തം മാത്രം നോക്കി വിവാഹം ഉറപ്പിക്കുന്നത് ശരിയായ രീതിയല്ല. ഒരു നല്ല ജ്യോതിഷിയെ സമീപിച്ച് വധൂവരന്മാരുടെ ജാതകങ്ങൾ വിശദമായി പരിശോധിച്ച് എല്ലാ പൊരുത്തങ്ങളും ദോഷങ്ങളും വിലയിരുത്തിയ ശേഷം മാത്രം വിവാഹത്തിന് അനുകൂലമായ ദിവസം, മാസം, നക്ഷത്രം എന്നിവ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പൂരുരുട്ടായ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അനവധി നല്ല ഗുണങ്ങളുണ്ട്. ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും ദൈവീയും സാമൂഹിക ബോധവും ആത്മീയ താല്പര്യവും ഉണ്ടാകും. ജീവിതത്തിൽ ഉയർച്ച നേടാൻ ഇവർക്ക് കഴിയും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പിടിവാശിയും കോപവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. പൊതുവെ ഇവർ ഭാഗ്യമുള്ളവരും സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നേടുന്നവരുമായിരിക്കും. ഓരോ വ്യക്തിയുടെയും നക്ഷത്രം എന്നത് അവരുടെ സ്വഭാവത്തെയും ഭാവിയെയും സ്വാധീനിക്കുന്ന ഒരു ഘടകം മാത്രമാണ്. നക്ഷത്രഫലങ്ങൾ കൂടാതെ വ്യക്തിയുടെ കർമ്മവും പ്രയത്നവും വളരെ പ്രധാനമാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയും ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെയും ഏതൊരാൾക്കും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും.